ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും. ശരിക്കും ഇത് ഇവരെക്കുറിച്ചല്ലേ? കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന രണ്ട് മുതിർന്ന ശുദ്ധന്മാരാണ് മുൻ കേന്ദ്രമന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ഒ രാജഗോപാലും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിരുന്ന VM സുധീരനും. രാജഗോപാലിനാണെങ്കിൽ 94 വയസ്സ് കഴിഞ്ഞു. VM സുധീരനാണെങ്കിൽ 75. പ്രായം ഇത്രയുമൊക്കെ ആയെങ്കിലും രാഷ്ട്രീയത്തിൽ ഇവർ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ്. ഇവരുടെ വാക്കുകൾക്ക് സമൂഹം ഇപ്പോഴും ചെവി കൊടുക്കാറുണ്ട്. ആദർശം 3 നേരം കലക്കി കുടിക്കുന്നത് കൊണ്ടാവണം സുധീരന് സധൈര്യം കാര്യങ്ങൾ ഇപ്പോഴും വിളിച്ചു പറയുവാൻ നല്ല ധൈര്യമാണ്. പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലാതെ ഇവരുടെ കുഴപ്പം കൊണ്ടല്ല. എവിടെ എന്ത് പറയണമെന്നറിയില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പറയുന്നത് പലപ്പോഴും വൻ വിവാദങ്ങളാകുകയും ഇവരുടെ പാർട്ടി തന്നെ ഒടുവിൽ പ്രതിരോധത്തിലാകുകയും ചെയ്യും. ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ പാടില്ല എന്നതല്ലേ നമ്മുടെ രാഷ്ട്രീയം. പ്രായമാകുമ്പോൾ ആ കണ്ണിങ്നെസ് കുറയുന്നത് കൊണ്ടാവാം ഇപ്രകാരം കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കാതെ സത്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. എന്ന് വെച്ച് എടുത്ത് കിണറ്റിലിടാൻ പറ്റുമോ? ഇല്ല. അനുഭവിക്കുക. ആര്? പാർട്ടി നേതാവല്ലേ? അനുഭവിച്ചോളൂ. VM സുധീരൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞാക്കി ഉണ്ടാക്കിയ പുകൽ ചില്ലറയൊന്നുമല്ല. സുധീരൻ പണ്ടേ അങ്ങനെയാണ്. KPCC പ്രസിഡന്റ് താടിക്ക് തീപിടിക്കുമ്പോൾ അതിൽ ഒരു ദിനേശ് ബീഡി കത്തിച്ച് ഇളുത്തി വലിച്ചാലേ ഒരു കുളിർമയുള്ളൂ. എന്നിട്ട് ഒരു പുളിച്ച ആദർശവും എടുത്തങ്ങ് കീച്ചും. അതൊക്കെ പോട്ടെ. ഇന്നലെ ഒ രാജഗോപാൽ എന്ന സത്യവാൻ വിളിച്ചു പറഞ്ഞ ഒരു പച്ചപ്പരമാർത്ഥം സത്യത്തിൽ BJP പ്രവർത്തകരുടെ ഉറക്കം വരും ദിവസങ്ങളിൽ കെടുത്തും. തരൂരിൻ്റെ പരസ്യ വീഡിയോകളിൽ മുഴുവൻ ഇനി രാജഗോപാലിൻ്റെ പ്രസംഗമായിരിക്കും. തിരുവനന്തപുരം മണ്ഡലം ലക്ഷ്യം വെച്ച് നടൻ കൃഷ്ണകുമാർ അടക്കമുള്ള BJP പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് രാജഗോപാൽജി ഇന്നലെ ഈ അടിയടിച്ചത്. പാലക്കാട്ടുകാരനായ ശശി തരൂരിൻ്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ ആദ്യം സംശയിച്ചിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുവാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായി സംസാരിക്കും. പിന്നെ എന്തിനാണ് ഈ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയില് വളരെ ശരിയാണ്, നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഞാൻ ചോദിക്കേണ്ടായി. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രന്റെ പേരുള്ള അവാർഡ് തരൂരിന് DK ശിവകുമാർ സമ്മാനിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് രാജഗോപാൽ ഇപ്രകാരം പ്രസംഗിച്ചത്. പ്രസംഗത്തിന് ശേഷം സീറ്റിലേക്ക് മടങ്ങിയ രാജഗോപാലിന്റെ പാതാരവിന്ദങ്ങളിൽ തൊട്ടു വണങ്ങിയാണ് തരൂർ തൻ്റെ നന്ദി പ്രകാശിപ്പിച്ചത്. ഒരു പൂ പ്രതീക്ഷിച്ചു വിളിച്ചപ്പോൾ ഒരു വസന്തം തന്നെ അങ്ങ് ഒരുക്കി കളഞ്ഞല്ലോ പുണ്യാത്മാ എന്നോർത്ത്. ശുദ്ധമനസ്കനായ ഒ രാജഗോപാൽ ഉള്ള സത്യം മറച്ചുവെക്കാതെ പറഞ്ഞുവെങ്കിലും അത് BJPക്കേറ്റ വെള്ളടിയായിപ്പോയി. ഇലക്ഷനിങ് പടിവാതുക്കലെത്തി. കൂറ്റൻ മാരാർജി ഭവൻ തിരുവനന്തപുരത്ത് പണി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ എങ്ങനെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാരാർജി ഭവനിൽ ഒരുക്കുന്ന മുഖ്യമന്ത്രിയുടെ മുറിയിൽ ആളെ ഇരുത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഒരു MPയുടെയോ ഒരു MLAയുടെയോ മുറിയിലെങ്കിലും ഒരാളെ ഇരുത്തുവാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഒരാളിരുന്ന് സെൽഫ് ഗോൾ അടിച്ച് കളിക്കുന്നത്. എന്ത് ചെയ്യാം? ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനായി പോയില്ലേ? എത്രയോ തവണ നമ്മുടെ നേർച്ചക്കോഴിയായ വ്യക്തിത്വമല്ലേ? ഇന്നലെ നടന്ന ചടങ്ങ് തരൂരും അദ്ദേഹത്തിൻ്റെ PR വിദഗ്ധരും കുറേ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ആസൂത്രണം ചെയ്തതാണെന്ന് രാജഗോപാൽജിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയി. ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ അഡ്വൈസറായിരുന്നു N രാമചന്ദ്രൻ സർ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ശശി തരൂരിന് കൊടുത്തതിൽ ഒരു യുക്തിയും കാണുന്നില്ല. എങ്കിലും ചിലർക്ക് ഏത് വേഷവും ഇട്ടാൽ ചേരും, അതുപോലെ കൊടുത്താൽ ഇണങ്ങും എന്ന പൊതുതത്വം അനുസരിച്ചാണെങ്കിൽ അതിൽ തെറ്റില്ലായിരിക്കാം. തരൂർ വീണ്ടും ലക്ഷ്യം വെക്കുന്നത്
തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ്. ഇത്തവണ മുഖ്യ എതിരാളിയാകുവാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥിയാകും എന്നതും ഉറപ്പാണ്. അപ്പോൾ BJPയിൽ നിന്നും ഒരു ബഹുമാനി വ്യക്തിത്വത്തെ കൊണ്ട് തന്നെ തരൂരാണ് കേമൻ എന്ന് പറയിക്കുവാൻ പറ്റിയാൽ അതിൽ പരം ഒരു മൈലേജ് ഉണ്ടാവാനില്ല. അങ്ങനെയാണ് 94 വയസ്സ് കഴിഞ്ഞ O രാജഗോപാലിനെ കരുവാക്കുകയും ചടങ്ങിലേക്ക് സാദരം വിളിക്കുകയും ഇപ്രകാരം പറയിപ്പിക്കുവാനുള്ള എല്ലാ അവസരമൊരുക്കുകയും ആ പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകി വൈറലാക്കുകയും ചെയ്തത്. ഒടുക്കം പാർട്ടി ഇടപെട്ടു. ഇങ്ങനെ പ്രസംഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിലപാടിൽ മലക്കം മറിഞ്ഞു O രാജഗോപാൽജി. തരൂരിനെ കുറിച്ച് പറഞ്ഞത് വെറും ആലങ്കാരിക അഭിപ്രായ പ്രകടനം മാത്രമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തൻ്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് മാധ്യമങ്ങളെ പഴിച്ചാണ് O രാജഗോപാലിൻ്റെ തിരുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കുവാൻ BJPക്ക് സാധിക്കുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച തിരുത്തിൽ അദ്ദേഹം പറയുന്നു. ഇനി ആ 94-കാരൻ്റെ മെയ്വഴക്കത്തോടെയുള്ള നടുവൊടിയാതെയുള്ള ആ സമ്മർസാൾട്ട് കുറിപ്പ് നമുക്കൊന്ന് കാണാം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം MP ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് BJPക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, നിലവിൽ ശ്രീ തരൂരിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും. ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത്. BJP ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നതാണ് എൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാട്. ദയവായി ക്ഷമിക്കുക, പ്രായം 94ആയി. നിലപാട് പഴയതുപോലെ ഉറച്ചു നിൽക്കില്ല. നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ ഉണ്ടാകാം എന്നോർത്ത് സദയം ക്ഷമിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ പ്രായത്തിൻ്റെ ആനുകൂല്യമൊന്നും കിട്ടില്ല. അപ്രിയ സത്യങ്ങളൊന്നും വിളിച്ചു പറയുവാൻ പാടില്ല. ഒടുക്കം അത് തിരിച്ചു വിഴുങ്ങേണ്ടി വരും. വാർദ്ധക്യത്തിൽ അത് ദഹനക്കേടുണ്ടാക്കും, ഉലക്ക വിഴുങ്ങിയതുപോലെയാകും എന്ന്. അതുകൊണ്ട് രാജഗോപാൽജിയും സുധീരൻജിയും പിറ്റേ പ്രായമായ മറ്റ് ജിമാരും നല്ല രാമനാമമൊക്കെ ജപിച്ച് ലോകാസമസ്ത സുഖിനോപബന്ധു ഒക്കെ പാടി ശിഷ്ടകാലം വീട്ടിലിരിക്കുക പ്ലീസ്. ഇവിടെ ശോഭിക്കണമെങ്കിൽ മൂർഖന്റെ വിഷവും ഓന്തിൻ്റെ ചടുലതയും നായയുടെ നാണമില്ലായ്മയും കുറുക്കന്റെ കൗശലവും ആവശ്യമാണ്. അതുകൊണ്ടാണ് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.